മലപ്പുറം പരപ്പനങ്ങാടിയിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തരിക്കൽ സ്വദേശിയാണ് മരിച്ചത്. +1 സീറ്റ് ലഭിക്കാത്തതിൽ കുട്ടി മാനസിക പ്രയാസത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ. എന്നാൽ മരണകാരണം വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് പരപ്പനങ്ങാടി CA ഹരീഷ് പറഞ്ഞു. +1 സീറ്റ് കിട്ടാതെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പിന്നെ കുട്ടിക്ക് 5 A+ അതങ്ങനെ ഉണ്ട്. പിന്നെ കൂടെ ഉള്ളവർക്ക് പിന്നെ അതുപോലെ അലോട്ട്മെന്റ് ഇത് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ അലോട്ട്മെന്റ് ഇപ്പോൾ 2ാം ഘട്ടം ആയിട്ടേ ഉള്ളൂ. ഇനിയും 4ഉം 5ഉം ഘട്ടങ്ങൾ വരാമെന്നുണ്ട്. അതിലും കിട്ടിക്കൊള്ളാമെന്നില്ല. പിന്നെ കുട്ടി പിന്നെ ജന്മന കുറച്ച് ചെവി കുട്ടിക്ക് ഇല്ലാത്ത അതിൻ്റെ പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുട്ടിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ളതിന് പിന്നെ കൗൺസിലിങ്ങും മറ്റും കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അലോട്ട്മെൻറ്റ് ആണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. അത് കൂടുതലായിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. വിവരങ്ങളുമായി മുബഷീർ P. അക്ബറാണ് ചേരുന്നത്. മുബഷീർ, എപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്? പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം എന്താണ്? ആര്യ, ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളുടെ 15 വയസ്സുള്ള മകളെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തൂങ്ങി മരിച്ച നിലയിലുണ്ടായിരുന്ന 15-കാരിയെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരപ്പനങ്ങാടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആയിരുന്ന ഒരു കുട്ടി +1 അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. 2ാം ഘട്ട +1 അലോട്ട്മെന്റ് കഴിഞ്ഞ സമയത്ത് ഈ ഒരു കുട്ടിക്ക് +1 അഡ്മിഷൻ ലഭിക്കാത്തതിൽ മാനസികമായി പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് കുടുംബം പരപ്പനങ്ങാടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. എന്നാൽ ഒരു പരാതിയോ അത്തരം പരാതികളൊന്നും തന്നെ പോലീസിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പരപ്പനങ്ങാടി പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ആ നിലയിൽ +1 അഡ്മിഷൻ ലഭിക്കാത്ത മൂലമുള്ള വിഷമം കുട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ മൊഴിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ മരണകാരണം അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതിന്റെ കാരണത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പരപ്പനങ്ങാടി SHO ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി കുടുംബം തന്നെ മൊഴി നൽകിയിട്ടുണ്ടെന്ന് പരപ്പനങ്ങാടി CI ഹരീഷ് വ്യക്തമാക്കുന്നുണ്ട്. +1 സീറ്റ് ലഭിക്കാത്തത് മൂലം കുട്ടിക്ക് വിഷമം ഉണ്ടായിരുന്നതായും ഒരു കുടുംബം മൊഴിയായി നൽകിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിക്കുന്നുണ്ട്. നിലവിൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ നാളെ പൂർത്തിയാക്കുന്നതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. ആര്യ.